ഇതാണ് അവരുടെ ജീവിതം. അതുകൊണ്ടാണ് രക്തസാക്ഷിയുടെ രക്തത്തിന്റെ വിലയാണ് പണ്ഡിതന്റെ മഷിത്തുള്ളിക്കുണ്ടാവുക എന്ന ഹബീബായ നബി. എന്താണ് ആ കവിതയുടെ മനോഹാരിത! ജീവിക്കാണ് കവിത. എന്തോ ഒരു ജീവനാണ് കവിതക്ക്. നടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, തരാട്ടു പാടാൻ തൊഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട്, സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, രസിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്, ചഞ്ഞും ചരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്. സ്വർഗീയ അങ്കണകൾ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പാട്ടുപാടി കൊടുക്കുമെന്ന് ഹബീബ് പറയുന്നുണ്ട്. നല്ല പാട്ട് കച്ചേരി ഉണ്ടാവും, നല്ല പാട്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ ഉണർത്താൻ പാട്ടിന് കഴിയും. നല്ല പാട്ടുണ്ടാകും സ്വർഗത്തിൽ, ഭയങ്കരം. അതിനുവേണ്ടി അല്ലാഹു തആല നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്ത ആളുകൾക്ക് വേണ്ടി പാട്ട് പാടാൻ ആളെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവർക്ക് നരകമില്ല. ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഈ നിഅമത്തൊക്കെ അല്ലാഹു നമുക്ക് തന്നില്ലേ, ഇനി തരാനുമില്ലേ, പിന്നെ എങ്ങനെ അല്ലാഹുവിനെ നമ്മൾ ധിക്കരിക്കുന്നു? ആലോചിക്ക്. നമ്മളിവിടെ സമാധാനവും നന്മയല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ. എന്തൊക്കെ അനുഗ്രഹം നമുക്ക് കാത്തിരിക്കുന്നതാണ്. നമ്മളെ കാത്തിരിക്കുന്നില്ലേ അനുഗ്രഹങ്ങൾ? അല്ലാഹു അതൊക്കെ അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിച്ചുണ്ട്, സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, രസിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്, ചഞ്ഞും ചരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്. സ്കിന്റെ കസ്തൂരിയുടെ കുണ്ണ സ്വർഗത്തിലുണ്ടാകുമെന്ന് ഹബീബായ നബി പറഞ്ഞു. വെള്ളിയാഴ്ച ഉണ്ട്, തിങ്കളാഴ്ച ഉണ്ട്, ചൊവ്വാഴ്ച ഉണ്ട്, ബുധനാഴ്ച ഉണ്ട്, ഞായറാഴ്ച ഉണ്ട്, ശനിയാഴ്ച ഉണ്ട്. കാര്യമായ കളി വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ വെള്ളിയാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ ഞായറാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ തിങ്കളാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ ചൊവ്വാഴ്ച ഉണ്ട്, സ്വർഗത്തിൽ ബുധനാഴ്ച ഉണ്ട്, എല്ലാം ഉണ്ട്. ഏറ്റവും കാര്യമായ ആനന്ദം ഉണ്ടാവുക വെള്ളിയാഴ്ച. എനിക്ക് ജിദ്ദയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഓർമ്മ വരാറുണ്ട്. ജിദ്ദയിൽ കാര്യമായി എല്ലാവരും ഇങ്ങനെ ഒരു കൂടുന്ന ദിവസം വെള്ളിയാഴ്ച ആയിരിക്കും. സ്വർഗത്തിൽ ആളുകൾ കാര്യമായി കൂടുക വെള്ളിയാഴ്ച. എല്ലാവരും സ്വർഗത്തിൽ മനോഹരമായ കളികളും വിനോദങ്ങളും നടക്കുന്നത് വെള്ളിയാഴ്ചയാവും. ഇങ്ങനെ കസ്തൂരിക്കുണ്ണുകൾ ഉണ്ടാകും. ആ കസ്തൂരിക്കുണ്ണുകൾ ഇങ്ങനെ ആനന്ദിച്ച് കളിക്കുമെന്ന് ആര് അഹ്ലുൽ ജന്ന, സ്വർഗക്കാർക്ക് ആനന്ദിച്ച് കളിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മണിമേടകൾ കാണാനതിൽ പെരുട്ടുണ്ട്, യാക്കൂത്തിനാൽ പല ഭിത്തികൾ അടിലുണ്ട്, അൻവാറിനാൽ ചില കുബ്ബകൾ അടിലുണ്ട്, ആരും തൊടാത്ത അബ്കാർ അതിനകത്തുണ്ട്, മരന്റെ പേരിരു മാറിടക്കെഴുത്തുണ്ട്, മന്നാന്റെ പേരും ഒന്നടിനടുത്തുണ്ട്, അതിരറ്റ ഹുബ്ബസ് വാജിനോടവർക്കുണ്ട്, യാക്കൂത്ത് മർജാനോട് തശ്ബീഹുണ്ട്. സ്വർഗത്തിലെ എണ്ണകളോട് വലിയ ആനന്ദമായിരിക്കും, ഭയങ്കര കൊടിയായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. ഹബീബായ നബി സുന്നത്താക്കിയിട്ടുണ്ട്. ഒരാളെ തന്റെ ഭാര്യ ദുന്യവിയായ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ പറയും, എന്നെ അവള് വിളിക്കുന്നുണ്ട്, നീ പിന്നെ ബുദ്ധിമുട്ടും പറയൽ സുന്നത്താണ്. തിരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്? അവൾ വിളിക്കാന്നാണ്. സ്വർഗത്തിലെ പെണ്ണ് എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ പോയാൽ അള്ളാഹു നിനക്ക് വേണ്ടി എന്നെ ഇവിടെ നിലനിർത്തായിരിക്കും, ഞാൻ പോയാൽ എനിക്ക് നിന്നെക്കാൾ വലിയ ആളെ അവിടെ കിട്ടും, നീ പിന്നെ ബുദ്ധിമുട്ടുമേ എന്ന് പറയൽ സുന്നത്താണ്. ശ്രദ്ധിക്കണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ പറയാൻ കഴിയണം. ഞങ്ങളെ കാത്തിരിക്കണ്ടാണ്, ഞങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് അറിയാല. തിരിച്ചിങ്ങോട്ട് വരാൻ നോക്കുമല്ലോ. ആകരുത്, അങ്ങനെ ആകരുത്, അങ്ങനെ ആവരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നടുത്തെപ്പോഴും അതിരറ്റ ഹുബ്ബസ് വാജിനോടവർക്കുണ്ട്, യാക്കൂത്ത് മർജാനോട് തശ്ബീഹുണ്ട്.
ഉണ്ട്, മലിനങ്ങളില്ല, ശുദ്ധി എപ്പോഴുമുണ്ട്, മണവസ്തു പൂശ എപ്പോഴും മണമുണ്ട്, മിന്നിത്തിളങ്ങും സ്വർഗവും ചിരികൊണ്ട്, ചുണ്ടിന്റെ വെളിയിൽ പല്ലു കണ്ടതുകൊണ്ട്. ഹദീസാണത്. സ്വർഗീയ അങ്കനകൾ ചിരിച്ചാൽ സ്വർഗത്തിൽ അതിന്റെ മനോഹരമായ പ്രഭ പരക്കും. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പല്ല് പുറത്ത് കണ്ടാൽ സ്വർഗം മനോഹരമായി പ്രകാശിക്കുമെന്നാണ്. അത്രയും പല്ലിന്റെ മാറാണ്ടാവും. അങ്ങനെയാണ്. എന്ന് കോൾഗേറ്റിട്ട് പല്ല് വെക്കണമെന്ന് പറയേണ്ടി വരില്ല. ആചാര്യ അല്ല, ശ്രദ്ധിക്കണം. മലിനങ്ങളില്ല, ശുദ്ധി എപ്പോഴുമുണ്ട്, മണവസ്തു പൂശ എപ്പോഴും മണമുണ്ട്, മിന്നിത്തിളങ്ങും സ്വർഗവും ചിരികൊണ്ട്, ചുണ്ടിന്റെ വെളിയിൽ പല്ലു കണ്ടതുകൊണ്ട്, ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്, അവർക്കുള്ള മുമ്പലിന്റെ ലങ്കൽ കണ്ട്. സയ്യിദുനാ ജിബ്രീൽ സ്വർഗീയ അങ്കനകളുടെ പല്ലിന്റെ മനോഹാരിത കണ്ട് സയ്യിദുനാ ജിബ്രീൽ പോലും അമ്പരന്ന് പോയി. ഹബീബ നബി പറഞ്ഞതാ, ഇതൊക്കെ മുസ്തഫ നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ ആളുകളെ തരണമേ തമ്പുരാനെ, ഞങ്ങൾക്കും തരണമേ റബ്ബേ, ഞങ്ങളെ അണകൾക്ക് കൊടുക്കണമേ റബ്ബേ, എല്ലാവർക്കും തരണമേ റബ്ബേ, എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കും ഈ സൗഭാഗ്യങ്ങളെ നീ നൽകണമേ തമ്പുരാനെ. ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട്, മോഹിച്ചതെത്തുന്നുണ്ട്, ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരടുത്തുണ്ട്, സ്ക്രൂ തിരിക്കണ്ട, പറക്കും ശരീരടിലുണ്ട്, കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട, വിളമ്പണ്ട നീ അതിൽ പാചകം ചെയ്യേണ്ട, കുണന്ന സുച്ചതി നൊക്കെയുണ്ടറുകൊണ്ട, കലപ്പഴക്കം കൊണ്ടു നീ നരക്കണ്ട, 33 കവിയണ്ട, റബ്ബിന്റെ തൗഫീഖാൽ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണവ നിഷ്ഠമായാൽ നിന്നെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منه، اللهم اجعلنا منه، وكبر اللهم اجعلنا منه. മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ലാതെപ്പോഴും മടിനോട്, അതിലേക്കു നീയൊരു പാസുദാമന്നാനെ. ആമീൻ. അല്ലേക്കു നീയൊരു പാസുദാമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. അന്ന് വീടുകളിലൊക്കെ സന്തോഷം ഈ പാട്ട് പാടലായിരുന്നു. അന്ന് എല്ലാവർക്കും നന്മ ചെയ്യാൻ ഭയങ്കര റഹബത്തുണ്ടായി, ഭയങ്കര ആഗ്രഹം. ഇന്നതൊന്നുമില്ല, ഇന്ന് റിയാലിറ്റി ഷോ ആണ്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്നത് പറയേണ്ട ദിവസമല്ല. ഇന്നലെ ഒരാൾ എന്നോട് റിയാലിറ്റി ഷോയെ പറ്റി ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഓർമ്മപ്പെടുത്തി തരണം. ഞാൻ റിയാലിറ്റി ഷോ കാണാറില്ല, അതുകൊണ്ട് നിങ്ങളൊരാൾ പറഞ്ഞെന്നാലേ എനിക്ക് പറ്റി അറിയൂ. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് റിയാലിറ്റി ഷോയെ പറ്റി പറഞ്ഞപ്പോഴാണ് അത് എത്ര ഗൗരവമാണ്. റമദാനിൽ പോലും അതിന്റെ പിന്നാലെ ആളുകൾ. തന്നെ അള്ളാനെ തൃപ്തിപ്പെടുത്തുന്ന വിഷയമല്ല റിയാലിറ്റി ഷോ, അല്ല വേറെ ചിന്തയില്ല. പാട്ട് പാടുക, പാട്ട് കൂട്ട്, കളി, വിനോദം. പഠിച്ചവനെ, അക്കാലത്ത് അങ്ങനെയല്ല. തഴവാ മുഹമ്മദ് മുസ്ലിയാർ ഈ പാട്ട് എല്ലാ വീടുകളിലുണ്ട്. ഇതിങ്ങനെ പാടിക്കും, നല്ല സ്വരഭംഗിയുള്ള ആളുകളെ കൊണ്ട്, ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പാടിക്കും. എന്റെ വല്യമ്മനെ കൊണ്ട് ഒഴിവ് കിട്ടിയാൽ പാടിക്കും. ഒഴിവ് കിട്ടിയാൽ വെള്ളിയാഴ്ച രാവിലെയൊക്കെ നല്ല ഒഴിവുണ്ടാവും. ഒന്ന് മദ്രസയില്ല, സ്കൂളും ഇല്ല. ഞങ്ങൾ മാപ്പിള സ്കൂളിലായിരുന്നു അന്ന് പഠിച്ചിരുന്നത്. സ്കൂളും ഇല്ല, മദ്രസയില്ല, നല്ല സൗകര്യം. ഈ പാട്ട് പഠിക്കും. ഒന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറയും, ചില വാക്കുകൾ വിശദീകരിക്കും. എനിക്ക് തോന്നുക ആ പാട്ട് വല്യമ്മക്ക് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ പിന്നെ അതിന്റെ ഒരു തൗഫീഖ് പിന്നെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടിപ്പോയോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ലാതെപ്പോഴും മടിനോട്, അതിലേക്കു നീയൊരു പൈസ ഉണ്ട് കാര്യമല്ല. മണിയില്ല റബ്ബേ, വാങ്ങുവാൻ. മണി എന്ന് പറഞ്ഞാൽ പണം. അത് ആ വീട് വാങ്ങാൻ കയ്യിൽ പണം ഇല്ല, അത് നീ തന്നെ തരണം. പണം കൊടുത്താൽ അതോട്ട് കിട്ടൂല. മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ലാതെപ്പോഴും മടിനോട്, അതിലേക്കു നീയൊരു പാസുദാമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. ഈ പാട്ട് പാടുമ്പോൾ അടുത്ത് വന്നിരുന്ന
ആളുകളൊക്കെ ഏകദേശം മരിച്ചുപോയി. വല്യപ്പ മരിച്ചുപോയി, വല്യമ്മ മരിച്ചുപോയി, അമ്മാവൻ തെറ്റ് പറഞ്ഞു തരാൻ വേണ്ടി അടുത്തിരിക്കും, അദ്ദേഹം ഒരു ആലിം മരിച്ചുപോയി. അള്ളാഹു ഓഫറത്ത് ചെയ്യട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു. നമ്മൾ ഈ റിയാലിറ്റി ഷോ കളിയുടെയും ആളുകൾ മാത്രം ബാക്കി. മനസ്സ് അള്ളാഹുവിനോട്ട് പോയി, ദുന്യാവിന്റെ ചിന്തയിൽ മുഴുകി. ഇതൊക്കെ എത്ര നല്ല പാട്ടാണ്, ഇത് എത്ര നല്ല, ഇതൊക്കെ ആയത്തും ഹദീസും അല്ലാതെ പറയണില്ല. ഇതൊക്കെ പഠിച്ചു നോക്കിക്കൂടെ, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, ഒന്ന് വാങ്ങിക്കൂടെ. കുട്ടികളോട് പറഞ്ഞു ഇതൊന്ന് പഠിച്ചു നോക്ക്. എന്തൊരു സ്വരഭംഗിയാണ്, എന്തൊരു മനോഹരമായ. ഇതിനൊക്കെ 100 മാർക്കല്ലേ എന്നും 16 വയസ്സല്ലേ. ഈ പാട്ടിന്റെ രസം ഒരു കാലത്ത് അവസാനിക്കും. കാരണം ഇത് കേവലം പാട്ടല്ലല്ലോ, മനോഹരമായ ആശയങ്ങൾ പേറി നിൽക്കുന്ന മനോഹരമായ പ്രഭ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളല്ലേ ഉള്ളത്. അതിനോടിലേക്കു നീ ഒരു പാസുരാമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ, സൗജന്യമായിരു നീ കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ, മൗത്തിന്റെ സമയം മുഅ്മിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്തെന്ന നിധിയും നൽകണേ, ഗുണം ചെയ്യണേ നബി എപ്പോഴും നീ കോനെ, അസ്ഹാബികൾക്കും ആലിലും റഹ്മാനെ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ ഇതൊക്കെ പഠിച്ചു നോക്ക്. എന്തായി പറയുന്നത്? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കസ്. ഞാൻ എന്റെ വ്യാഖ്യാനം ഇങ്ങനെ തന്നെ ഞാൻ ആയത്തോടി തരാം, ഇങ്ങനെ തന്നെ ഞാൻ ആയത്തോടി തരാം. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കസ് കാന മിസാജുഹാ ഖഫൂറ ഹൈന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറാ يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. സ്വർഗവും നൽകും പട്ടും നൽകും, അങ്ങനെ അവരെ ആനയിച്ച് സ്വീകരിക്കും. അല്ലാഹു തആല എന്തിനാണ് അവർക്ക് ചെയ്യുന്നത്? ജസാഹും ബിമാ സബറു, അവർ ക്ഷമിച്ചിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കാൻ തയ്യാറാകണം, ത്യാഗം ചെയ്യണം. പുതിയ തലമുറക്ക് ത്യാഗമില്ല, ക്ഷമയില്ല, ത്യാഗമില്ല, അനുഭവങ്ങളില്ല, കവിതയില്ല, ഒന്നുമില്ല, നന്മയൊന്നുമില്ല, ത്യാഗമില്ല. ത്യാഗമില്ലാത്തടത്ത് നന്മ വിളയുകയില്ല, ഒന്നുമില്ല. ത്യാഗമില്ലാതെ നേട്ടമുണ്ടാവില്ല. എല്ലാ പ്രസ്ഥാനങ്ങളും തുടങ്ങിയിടത്തുനിന്ന് പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തെ കാഴ്ച. ചില സത്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം. മലബാറിൽ വലിയ വലിയ മനുഷ്യന്മാർ പല പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ പ്രസ്ഥാനങ്ങളൊക്കെ നിൽപ്പിൽ പുറകോട്ട് പോകുന്നതാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നത്. ബുദ്ധി വേണം, പടച്ചോൻ മൗഹിബത്തായി നൽകണം, അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് മലബാറിലെ പ്രസ്ഥാനങ്ങൾ നേരെ പുറകോട്ട് പോകണം. എന്താ കാരണം? ത്യാഗം ചെയ്യാൻ ആളുകളില്ല, ത്യാഗമില്ല. सड़क सड़क पत्थर पर नदियों ने झरना सीखा, बच्चों ने गिर गिर कर चलना सीखा, रो कर हंसना सीखा. ഭയങ്കര വാക്കാണ്, വലിയ പാട്ടാ, വല്ലാത്ത പാട്ടാ. സടക്ക് സടക്ക് പത്തർ പർ നദിയോ നേ ജർനാ സീഖ, തലക്കല്ലിൽ അടിച്ചടിച്ചാണ് നദികൾ ഒഴുകാൻ തുടങ്ങിയത്. എവിടുന്നോ മലമുകളിൽ നിന്ന് വരികയാണ് നദി. ആദ്യം അതിലെ ഓരോ തുള്ളി വെള്ളവും ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് വീണ് അടിച്ചടിച്ചടിച്ച് തല കല്ലിൽ തട്ടി അടിച്ചടിച്ച് വേദനിച്ചാണ് ഈ നദികൾ, പുഴകൾ മലയിൽ നിന്ന് താഴ്വാരത്തിറങ്ങി വന്ന് സ്വച്ഛന്തമായി മനോഹരമായി കാവ്യഭംഗിയിൽ ഒഴുകുന്നത്. അപ്പോൾ ആദ്യം വേദനിക്കണം, അല്ലാതെ ഒഴുകാൻ കഴിയില്ല. നമുക്കിന്ന് എന്ത് വേണം? നമുക്ക് പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ലീവ് എടുക്കണം. അത് നമ്മളെ പണി. ഒരു പണി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ. ഇവിടെ നമ്മളുള്ളത് അതാണ് നമ്മളെ മഹത്വം. പണിയില്ല, പണി കിട്ടിയിട്ട് വേണം നമുക്ക് ലീവ് എടുക്കാൻ. ഇവിടെ നമ്മളെ മഹത്വം. കുട്ടികൾ വീണാണ് നടക്കാൻ പഠിക്കുന്നത്.
ആദ്യം നടക്കണം. അത് നടക്കില്ല. വീണ് പിന്നെ നടക്കണം. ത്യാഗം ചെയ്യണം. ത്യാഗം ചെയ്യാതെ നടക്കില്ല. സ്വർഗം ത്യാഗത്തില്ലാതെ കിട്ടില്ല. പൊരിച്ചു തീയുണ്ടാക്കിയിട്ട് ചുട്ടു. ആരെ? ഖബ്ബാബ് ഇബ്നുൽ അറത്തിനെ റളിയല്ലാഹു. പിന്നെ ബോധരഹിതനായി തീയിന്ന് രക്ഷപ്പെട്ടു. ഖുറൈശികൾ ഇട്ടുപോയി. പിന്നെ തീയിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നു. കനയത്തവസ്സദ് ബിളിൽ കഅബാലയത്തിന്റെ തണലിൽ ഇങ്ങനെ ഒരു ഫിബർദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരപ്പുണ്ടായിരുന്നു. അതിങ്ങനെ ചുരുട്ടിക്കൂട്ടി തലയണം വെച്ചിട്ട് കിടക്കുകയാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഖബ്ബാബ് വന്നത്. നബിയെ അല്ലാത്ത ഒന്ന് ദുആ ചെയ്യണം. എന്തിനാ ദുആ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ പുറങ്ങനെ കാണിച്ചു. എനിക്ക് കൊണ്ട് ദുആ ചെയ്യണം. എന്താ നിനക്ക് പുറം കാണിച്ചു. എന്നെ ചുട്ടതാണ്, എന്നെ തീയിലിട്ട് ചുട്ടതാണ്. അപ്പോൾ പറഞ്ഞു ഇന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾക്ക് ധൃതി കൂടുക. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. അമഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാ. പ്രയാസിക്കാൻ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് വിചാരിക്കരുത്. സ്വർഗം കിട്ടണമെങ്കിൽ പണിയെടുക്കണം. പണിയെടുക്കാതെ സ്വർഗം കിട്ടാൻ കഴിയില്ല. ഇല്ല, സ്വർഗം കിട്ടില്ല. പണിയെടുക്കണം. അങ്ങനെയാ, പണിയെടുക്കാൻ തയ്യാറാകണം. ശരീകരിക്കണില്ല. അതാണ് വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അവരിങ്ങനെ മുത്തഖീന ഫീഹാ അലൽ അറായികിന, അവർ ചാരിക്കടക്കുന്ന സ്വർഗത്തിലെ കട്ടിലുകളിൽ ചാരിക്കടക്കും. സ്വർഗത്ത് കയറിയാൽ അവർ ചാരിക്കടക്കുമെന്ന ഈ ആയത്തിനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ചാരിക്കടക്കുക എന്നത് വിശ്രമത്തിന്റെ അലാമത്താണ്. വിശ്രമം എന്നുള്ളത് ശ്രമത്തിന്റെ ഫലമാണ്. ശ്രമം ഉണ്ടായാലേ വിശ്രമം ഉണ്ടാവും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായി? സ്വർഗത്തിൽ പോയാൽ ചാരിക്കടക്കാൻ. ഇവിടെ തന്നെ ചാരിക്കടക്കൽ പരിവാക്കിയവർക്ക് അവിടെ പോയാൽ ചാരിക്കടക്കാൻ കഴിയില്ല. ചാരി ഇങ്ങനെ കിടക്കരുത് എന്നല്ല ഇതിന്റെ അർത്ഥം ഇതാണ്. പണിയെടുക്കണം. സ്വർഗത്തിൽ കയറിയാൽ ചാരിക്കടക്കും. എത്രയോ ആയത്തുണ്ടല്ലോ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ വഅസ്വാജുഹും ഫീ ളുലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. കട്ടിലുകളിൽ ചാരിക്കടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം അവർ വിശ്രമിക്കാൻ കാരണം അവരിവിടെ ശ്രമിക്കുക. പണി തന്നെ എപ്പോഴും. ഒന്ന് കഴിഞ്ഞാൽ മറ്റേ തുടങ്ങണം. പണി തന്നെ. ഉറങ്ങാൻ വേണ്ടി ഖബറിലേക്ക് പോകണം. ഇത് പറഞ്ഞാൽ പോരാ. ഇതിൽ കയറണം, ഇവിടെ കയറണം. എല്ലാം കൂടെ ഉരുട്ടി കെട്ടിയിട്ട് ഇങ്ങനെ നന്നാക്കിയിട്ടല്ല ഇസ്ലാമത പ്രവർത്തനം നടത്തേണ്ടത്. അതൊന്നും വിചാരിക്കരുത്. അതൊന്നും നടക്കില്ല. നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കി പണിയെടുക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ മുഖത്ത് കരിവാരി അറിയുന്ന ഒരുപാട് പണി ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ബോധവൽക്കരണം നടത്തിയാൽ തന്നെ ഏറ്റവും വലിയ കാര്യം അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല ഒരു പണിയില്ല. മുക്രിക്ക് സ്വർഗത്തിൽ മഹ്ശറിൽ പോലും മുക്രിമാർ തല ഉയർത്തി നിൽക്കുമെന്ന് പുണ്യനബി പറഞ്ഞു. മുക്രിക്ക് ഒരു ദിവസം എത്ര മിനിറ്റാണ് പണി? മുക്രി എന്ന് പറഞ്ഞാൽ അയാൾ അവള് കഴിക്കണുണ്ടോന്നല്ല, അത് വേറെ പണിയാണ്. മുക്രി മിനായത്തുവിന്റെ മുക്രി എന്നൊക്കെ എത്ര അയാൾക്ക് പണി? 5 നേരത്തെ ബാങ്ക് കൊടുക്കണം. ഒരു ബാങ്കിന് എത്ര മിനിറ്റ് വേണം? 3 മിനിറ്റ് എന്ന് കൂട്ടിക്കോളൂ. 5 ഒന്നും പറയണ്ട. മക്കത്തെ ബാങ്ക് പോലും 5 മിനിറ്റ് ഉണ്ടാവില്ല. പിന്നെണ്ടോ മുക്കത്തെ ബാങ്ക്? 3 മിനിറ്റ്. 3 മിനിറ്റ് ആണെങ്കിൽ 3 × 5 = 15. അപ്പൊ മുക്രിക്ക് മിനായത്തുവിന്നഹു മുക്രി എന്ന നിലക്ക് മുക്രിക്ക് ഒരു ദിവസത്തെ പണി 5 മിനിറ്റ്. 12 കൊല്ലം മുക്രി പണിയെടുത്ത ആൾക്ക് നരകം ഹറാമാണ്. 12 കൊല്ലം മുക്രി പണിയെടുത്ത അള്ളാന്റെ ലീ വജിഹില്ല. 12 കൊല്ലം മുക്രി പണിയെടുത്ത ആൾക്ക് നരകം ഹറാമാണ്. 12 കൊല്ലം കൂടി കൂട്ടി അയാൾ എത്ര പണിയെടുത്തിട്ടുണ്ടാവും? ഒരു ദിവസം ആകെ ഇയാൾക്ക് പണി 15 മിനിറ്റാണ്. അയാളോട് വിചാരിച്ച ശമ്പളം വെട്ടി കൊടുക്കാൻ നോക്കണ്ട.
നിങ്ങളിങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ ഇങ്ങനെ തല അങ്ങോട്ടും ആക്കുന്ന കുറെ പള്ളി സെക്രട്ടറിമാരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അറിയുന്ന ചില സെക്രട്ടറിമാർ തന്നെ തൽക്കാലം തല ആട്ടുന്നുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് കുട്ടൻസ് പിടിയിട്ട് ആകെ 15 മിനിറ്റല്ലേ അയാളെ പണി. അങ്ങനെയല്ല, അയാൾക്കൊരു ദിവസം മെനക്കണം, അയാൾക്ക് അങ്ങോട്ടും നിന്ന് തിരിയാൻ കഴിയില്ല. പക്ഷെ അയാൾക്ക് പണി എന്ന നിലക്ക് അയാൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന സമയം ആകെ 15 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ? ആ ഒരു കാര്യത്തിന് അന്ത്യനാളിൽ തല ഉയർത്തിപ്പിടിക്കുന്നവർ മുക്രിമാരായിരിക്കും. കാരണം അവർ അള്ളാഹുലേക്ക് ക്ഷണിച്ചതാ. എല്ലാരും ഉറങ്ങിയ നേരത്തും വിളിച്ചു പറഞ്ഞാ പണി കുറച്ചാ, പക്ഷേ അള്ളാഹുലേക്ക് ക്ഷണിച്ചതാ. അത് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് കഴിയില്ലേ? നമുക്ക് കഴിയില്ലേ? കഴിയുമല്ലോ. അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ തയ്യാറാവുക, അപ്പോൾ സ്വർഗം കിട്ടും. നമ്മളെ കുട്ടികളെ ദീനിന്റെ അടിസ്ഥാനത്തിൽ വളർത്തുക. എല്ലാ കുടുംബത്തിലും ആലിമീങ്ങൾ ഉണ്ടാവുക. എല്ലാ കുടുംബത്തിലും ആലിമീങ്ങൾ ഉണ്ടാവുക. എല്ലാ പുരയിലും ആലിമീങ്ങൾ ഉണ്ടാവുക. ആലിമുണ്ടെങ്കിൽ തെറ്റിന്റെ പിന്നാലെ കുടുംബത്തിന് പോകാൻ കഴിയില്ല. ആലിമീങ്ങൾ ഉണ്ടാകണം. എല്ലാ വീട്ടിലും ആലിമീങ്ങളും. എല്ലാ അള്ളാഹു നമുക്ക് ഒരുപാട് ആലിമീങ്ങളായ മക്കളെ തരട്ടെ. അള്ളാഹ്ക്ക് വേണ്ടി ഒരു മകനെ ഒരാളെ ആലിമാക്കിയാൽ ആ ബാപ്പയ്ക്ക് സ്വർഗത്തിൽ താജുൽ കറാമത്ത് വെച്ച് കൊടുക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. കറാമത്തിന്റെ കിരീടം വെച്ച് കൊടുക്കും മാഷറയിൽ. മകൻ ആലിമാണെങ്കിൽ ബാപ്പാക്കും കറാമത്തിന്റെ കിരീടം വെച്ച് കൊടുക്കും മുസ്തഫ നബി പറഞ്ഞു. ആ കിരീടം വേണ്ടവരെ പണിയെടുത്തു. കുടുംബത്തിൽ ആലിമീങ്ങൾ ഉണ്ടാവും. നല്ല ആലിമീങ്ങൾ, അള്ളാഹ് പഠിക്കുന്ന ആലിമീങ്ങൾ ഉണ്ടാവും. അള്ളാഹ്ക്ക് വേണ്ടി എണീറ്റിക്കുന്ന ആലിമീങ്ങൾ ഉണ്ടാവണം. അതാണ് ഈ പരിപാടിയുടെ ഔട്ട് പ്രൊഡക്റ്റ്. ആലിമീങ്ങൾ ഇവിടുന്ന് ഉറപ്പിച്ചു പോകണം. എനിക്കൊരു കുട്ടി ആലിമാക്കണം, അല്ലെങ്കിൽ ഒരു പേരക്കുട്ടി ആലിമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഉറപ്പിച്ചു പോകണം. ആലിമിനേക്കാൾ വലിയൊരു സംഗതിയില്ല. നിങ്ങൾ ബേജാറാവണ്ട. ആലിമാകുമ്പോഴത്തിന് കുറഞ്ഞ ജീവിതം ഉണ്ടാവുള്ളൂ. വളരെ സന്തോഷകരമായ ജീവിതമാണ് ആലിമിനുണ്ടാവുക. ആലിമാണെങ്കിൽ ആലിം വലിയ, ആലിമായാൽ ആലിം വലിയ. ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ എന്ന് ഇമാം ശാഫിഈ. ആലിം വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാളില്ല എന്നാണ്. ആലിം വലിയ ഔലിയാക്കന്മാരാണ് ഈ ഇരിക്കണതൊക്കെ. ആലിമു വലിയാൻ, ആലിമു ആമിലായാൽ ആലിം വലിയാൻ. ആലിമിന്റെ കുരുത്തക്കടത്തൻ വാങ്ങിയാൽ അവന്റെ ആഖിറം ദുനിയാവും പോയി, ആഖിറം പോയി. ആലിം നിസാരം നിങ്ങൾ വിചാരിച്ചു. ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ. ആലിമു വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാളെ ഇല്ല. അതാണ് ആലിം. അതുകൊണ്ട് കുടുംബത്തിൽ ആലിമീങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു തെറ്റ് നാട്ടിൽ നടക്കുമ്പോൾ നടക്കില്ലടാ ഇവിടെ പറയാൻ പറ്റിയ ആണുങ്ങൾ ഉണ്ടായാൽ കാര്യം നടക്കും. ആലിമീങ്ങൾ വരണം. തെറ്റിന് മേൽ ഇഷ്ടപ്പെടാത്ത ആലിമീങ്ങൾ വരണം. അതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് പറയാൻ പറ്റിയ ആണുങ്ങൾ ഉണ്ടാവണം കുടുംബത്തിൽ. അള്ളാഹ്ക്കെതിരായ കാര്യം ഒരു കുടുംബത്തിൽ പരസ്യമായി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ വളരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തറവാട്ടിൽ മുച്ചത്തോടന്മാരെന്നാണ് എൻ്റെ വാപ്പാന്റെ കുടുംബത്തിന് പറയാ. ഞങ്ങളെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഒരു ബഹളം നടക്കൂല. നടന്നാൽ അന്ന് അവിടെ ഒഴിവാക്കിയിരിക്കും. നടക്കൂല. അത് നടക്കാത്ത പരിപാടിയാണ്. നടക്കൂല. എന്തുകൊണ്ട്? കാരണം ഒന്നുമല്ല, നമ്മളൊരു വെളുത്ത കുപ്പായിട്ടത് കൊണ്ട് നമുക്കവിടെ ഒരു അധികാരം ഉണ്ട് എന്നുള്ളതാണ് കാരണം. അത് ഉറപ്പന്നെയാ, വെറുതെ പറയല്ല. ഞാൻ അഭിമാനത്തോടു കൂടി പറയാം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നടക്കൂല. ഒരു ബഹളം ഉണ്ടാക്കാൻ നടക്കൂല. ഒരു ആലിമിനെ നിന്ദിക്കുന്ന ഒരു കാര്യം എൻ്റെ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്നു, നടക്കൂല. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. എന്തുകൊണ്ട്? ഞാൻ അവരെ കൂട്ടത്തിൽ ചെറിയ ആളാ. മൂത്താപ്പാര മക്കളൊക്കെ എന്നെക്കാൾ വലിയവരാ. പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. എന്തുകൊണ്ട്? വിലയുണ്ട്. ഇൽമിനൊരു വിലയുണ്ട്. നമുക്കൊരു വിവരമില്ലെങ്കിലും ആലിമിന് വിലയുണ്ട്. ആലിമീങ്ങൾ ഹദിമീങ്ങളാണല്ലോ നമ്മൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർക്കട്ടെ. അതുകൊണ്ട് കുടുംബത്തിലെ ആലിമീങ്ങൾ വരണം. ഇതെങ്ങനെ കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പോരാ. ആലിമിന്റെ ബാപ്പയാകണം, ആലിമിന്റെ ഉമ്മയാകണം എന്ന് ആഗ്രഹിച്ചു പോകണം. ദുന്യാവ് എന്ത് ദുന്യാവ്! ഇവിടെ ചക്രവർത്തിയായി സുൽത്താൻ, ഒരു ദിവസത്തെ രാജാവായിട്ട് എന്ത് കാര്യം?
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ പേടിക്കുന്ന ആലിമീങ്ങൾ വരണം. ആലിമീങ്ങൾ ഉണ്ടായാലേ നാട് നന്നാവും. ആലിമിനാണ് വിളിച്ചുള്ളത്. ആലിമിനെയാണ് യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു പദവി ഉയർത്തി കൊടുക്കും. ആലിമിനാണ് പദവി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാവരും ഇതൊന്നും ഒരു നേരത്തെ ഒരു വികാര പ്രകടനം മാത്രമാകാൻ പാടില്ല. ഇത് നമുക്ക് ധ്യാന്തമായി കൊണ്ടുപോകണം. എന്തുകൊണ്ട് സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാ. വജസാഹും ബിമാ സ്വബറു ജന്നതൻ വഹരീറാ. ആനയിച്ച് നമ്മളെ സ്വീകരിക്കും. മക്കൾ ആലിമീങ്ങളായാൽ വാപ്പക്കും ഉമ്മാക്കും അല്ലാഹു മഹ്ശറിൽ താജുൽ കറാമത്ത് നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളെ ആലിമാക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം. ആലിമീങ്ങൾ ഉണ്ടായാലേ സമൂഹം നന്നാവും. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ വരണം നാട്ടിൽ. അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയാൻ പറ്റിയ ആളുകൾ ഉണ്ടാകണം. അവരെ മുഖത്ത് നോക്കി തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുള്ള ഉമ്മത്തിൽ തെറ്റ് ചെയ്യാൻ കഴിയില്ല. പറഞ്ഞില്ലേ ഞാൻ, ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ദർസില് തന്റെ കൂടെ 42 കൊല്ലം ഒരു മനുഷ്യൻ ദർസിൽ പഠിച്ചു. 42 കൊല്ലം ദർസിൽ പഠിച്ചു ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. 15-ാമത്തെ വയസ്സിലാണ് മുതഅല്ലിമാകാൻ പോയത്. പിന്നെ 42 കൊല്ലം ഓതി. ആരുടെ ദർസിൽ? ചിശ്തി ത്വരീഖത്തിന്റെ ഖലീഫയായിരുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ. ആ മനുഷ്യന് 42 കൊല്ലം കഴിഞ്ഞപ്പോ മദീനയെ കൊണ്ടുപോയി ഇജാസത്ത് വാങ്ങിയിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ഇന്ത്യയിൽ ആ മനുഷ്യൻ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ആ മനുഷ്യനെ കണ്ട് മുസ്ലിമാണ്. ആരാണ് മനുഷ്യൻ? ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. എങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ ഇന്ത്യയിൽ 42 കൊല്ലം ഇൽമ പഠിച്ചു. പകലന്തിയോളം നോമ്പ് നോക്കും, രാത്രി നിസ്കരിക്കും. എല്ലാ ദിവസവും 2 ഖത്തമോടും. അജ്മീർ കിടക്കുന്ന ആള് 42 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് വന്നു. ആ മനുഷ്യൻ ഇന്ത്യയിൽ കണ്ടപ്പോൾ ആ തേജസാർന്ന മനുഷ്യനെ കണ്ടിട്ട് 90 ലക്ഷം ആളുകൾ മുസ്ലിമായി എന്നാണ് ചരിത്രം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആലിമീങ്ങൾ ഉണ്ടാവണം നാട്ടിൽ. കരുത്തുള്ള ആലിമീങ്ങൾ. ആലിമുണ്ടാവുക എന്ന് പറഞ്ഞാൽ മൂളാത്തവൻ എന്നാണ് ഇതിനർത്ഥം. നാട്ടിലെ എല്ലാ അക്രമികൾക്കും തമ്മാടികൾക്കും മൂളുന്നവനല്ല ആലിം, മൂളാത്തവനാണ്. തെറ്റാണെന്ന് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് പറയാ. അവസരം ഇല്ലാത്ത നേരത്ത് പറയാനല്ല, അവസരം ഉണ്ടാക്കി അതിന്റെ ആദാബ് ചിട്ടകൾ സൂക്ഷിക്കുന്നവരാണ് ആലിമീങ്ങൾ. അങ്ങനെയുള്ള ആലിമീങ്ങളുടെ ഒരു മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ മഹത്തുക്കളായ ഉലമാഇന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. ആ പ്രസ്ഥാനത്തിന്റെ കൂടെ ഞങ്ങൾ നീ നിർത്തണമേ റബ്ബേ. ഇതിന്റെ ഉലമാഇന് വലിയ കരുത്ത് നൽകണമേ തമ്പുരാനെ. ഉലമാഇന് കരുത്ത് നൽകണമേ റബ്ബേ. അതിന്റെ കീഴ്ഘടകങ്ങൾ SKS പോലെയുള്ള സംഘടനകളൊക്കെ വലിയ സേവനം ചെയ്താണ് ഈ പരിപാടിക്ക് സഹകരിച്ചിട്ടുള്ളത്. അവർക്ക് അല്ലാഹുവേ ഇരു ലോകത്തും പ്രതിഫലം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും താജുൽ കറാമത്ത് കിട്ടാനുള്ള ഭാഗ്യം നൽകണമേ റബ്ബേ. ഞങ്ങൾക്ക് ആലിമീങ്ങളെ മക്കളാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹി ലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹ്. തെറ്റിനെ തെറ്റാണെന്ന് പറയുന്ന ധീരമായി എണീറ്റ് നിൽക്കുന്ന ധീരരായ മക്കളെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ നല്ല ആലിമീങ്ങളെ ബാപ്പമാരും വല്ലിപ്പമാരുമാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ഈ ലോകത്തുള്ള ഭാഗ്യങ്ങളിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളെ ഞങ്ങൾക്കടി നീ നൽകണമേ റബ്ബേ. ഞങ്ങൾക്കടി നീ നൽകണമേ റബ്ബേ. സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഈ പരിപാടിയുടെ ഒരു ലാഭമാണ് 100ഓളം വിദ്യാർത്ഥികൾ അള്ളാഹുവിന്റെ കലാം പഠിക്കുകയാണ്. എല്ലാ കൊല്ലവും നടത്തുന്ന ഈ പരിപാടി അതിന്റെ ഒരു ലാഭം 100ഓളം കുട്ടികൾ ഖുർആൻ പഠിക്കുകയാണ്. അവരെ സമുദായത്തിന്റെ തേജസ്വികളാക്കി മാറ്റണമേ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد
اللهم اجعل القرآن مونسا في قبورنا وشفيعا في آخرتنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله حجة لنا يا رب العالمين. اللهم اجعلنا من المصلين والمسلمين على النبي ومن المقربين منه والواردين عليه ومن خيار المحبين والمحبوبين لديه. اللهم فرحنا به في عرصات القيامة. اللهم اجعلنا من الذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا. اللهم انصر من نصر دين محمد صلى الله عليه وسلم وجعلنا منهم وخذل من خذل دين محمد صلى الله عليه وسلم لا تجعلنا منهم. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم إنا نسألك نشهد أنك أنت الله الذي لا إله إلا أنت الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم إنا نسألك نتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد. إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر. اللهم شفعه بنا بجاهه عندك. اللهم إنا نسألك بحقك العظيم وبجاه وبحق نفسك العظيم وبحرمة هذا الشهر العظيم وبما حمل كرسيك من عظمتك وجلالك وجمالك وبهائك وقدرتك وسلطانك وبحق أسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا مسي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور. അർഹമുറാഹിമീനായ സയ്യിദാ റബ്ബേ അസ്മാഉൽ ഹുസ്നന്റെ ഹക്കുകൊണ്ടും നിന്റെ എല്ലാ അസ്മാകളുടെ ഹക്കുകൊണ്ടും റസൂലുള്ളാഹിന്റെ ഹക്കുകൊണ്ടും അമ്പിയാക്കൾ ഔലിയാക്കളുടെ ജാഹ് ബർക്കത്ത് കൊണ്ടും ഈ മാസത്തിൻ്റെയും ഈ ദിവസത്തിൻ്റെയും മഹത്വം കൊണ്ടും ഈ മജ്ലിസിന്റെ ഹുർബത്ത് കൊണ്ടും ഞങ്ങളെ ദുആനെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, കബൂലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അമലുകളും ഖിദ്മത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളിൽ വന്നു പോയ നിരവധി സയ്യാത്തുകളുണ്ട്, ആ സയ്യാത്തുകളൊക്കെ നീ മാഫ് ചെയ്യണേ തമ്പുരാനെ. ആഫിയത്തിനെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ മേലെ ഹക്കുള്ള ഞങ്ങൾ ഗൈബത്തായിട്ടും അല്ലാതെ ഹക്കുകളിൽ പലതും കൈവച്ചു പോയി. അർഹമുറാഹിമീനാ റബ്ബേ, ഞങ്ങൾ മാതാപിതാക്കളോട് കടമ നിർവഹിക്കാനും ഞങ്ങൾക്ക് കഴിയാതെ പോയി. ഞങ്ങൾ ഉസ്താദന്മാരൊക്കെയുണ്ട് ഖിദ്മത്തുകൾ വേണ്ടതുപോലെ അതപ്പുകൾ പാലിക്കും. ഇങ്ങനത്തെ നിരവധി ഹക്കുകളുടെ അഹലുകാർ ഞങ്ങളുടെ മേലിൽ കൈവച്ച് ഞങ്ങളെ കാത്തിരിക്കുന്ന ഹക്കിൻ്റെ അഹലുകാർക്കൊക്കെയും നീ പുറത്തു കൊടുത്ത് മാഫാക്കണേ തമ്പുരാനെ. അവരെ അസ്നാത്തുകളെ നീ സ്വീകരിക്കണേ റബ്ബേ, അവരെ സയ്യാത്തുകളെ മാഫാക്കണേ റബ്ബേ. ഞങ്ങളെ അമലിൽ നിന്ന് അവർ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയില്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാൻ. അവർക്ക് കൊടുക്കേണ്ടതൊക്കെ നീ നൽകണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളോടും ഈ മജ്ലിസിനോടും ദുആ ചെയ്യാൻ ഏൽപ്പിച്ച നിരവധി ആളുകളുണ്ട്. സങ്കടം നിറഞ്ഞ കൽബോടുകൂടെ, വേദനപ്പെട്ട ഹൃദയങ്ങളോടുകൂടെ, വലിയ പ്രതീക്ഷയിൽ ഈ സദസ്സിൽ നിന്ന് ദുആ കൊണ്ടേൽപ്പിച്ച ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, രോഗമുള്ളവരുണ്ട്, ഗർഭിണികളുണ്ട്, അങ്ങനത്തെ മൈസത്തിൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സാധിയും സ്ഥാപനത്തിന് സഹായിച്ചവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അവർ തേടിയതുപോലെ അവർക്ക് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ.
നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അവരെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഇല്ലായ്മകളും നീക്കം ചെയ്ത് ആഫിയത്തിനെയും ഐശ്വര്യത്തിനെയും സമാധാനത്തിനെയും തഖ്വയോടുകൂടെ അവർക്ക് നീ നൽകണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ആഖിബത്ത് നന്നാക്കണം റബ്ബേ. ഈ മജ്ലിസ് നിന്റെ റഹ്മത്തും ഇജാബത്തും മഗ്ഫിറത്തും ഹസനാത്തുകളും മലക്കുകളും ഇറങ്ങുന്ന മജ്ലിസാക്കി തരണേ തമ്പുരാനെ. പടച്ചോനെ, ആഖിറത്തിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടുന്ന അവരാക്കി തരണം റബ്ബേ. ദുനിയാവിൽ എല്ലാവിധ കാവലും സലാമത്തും ബർക്കത്തും ആഫിയത്തും ശിഫയും കിട്ടുന്ന സബബുമാക്കി തരണേ റഹ്മാനെ. ആദരവായ നബിതങ്ങൾ ബഹുമാനപ്പെട്ട ഹദറത്തിലേക്കും അമ്പിയാക്കൾ, ഔലിയാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും ഖാസായിട്ടും എല്ലാ മുഅ്മിനീങ്ങൾക്കും ആയിട്ടും ഞങ്ങളെ അമരിന്റെയും ഖുർആനിന്റെയും സവാബിനെ ഞങ്ങൾ ഹദിയ ചെയ്യുന്നു. നീ കബൂലാക്കണേ തമ്പുരാനെ. റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ടും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടും അമരിന്റെ ആദമത്ത് കൊണ്ടും ഞങ്ങളെ കൽബുകളൊക്കെ നീ നന്നാക്കി തരണേ റബ്ബേ. അഴുക്കായ ചിന്തയിൽ നിന്നും അഴുക്കായ സ്വഭാവത്തിൽ നിന്നും ഞങ്ങളെ കൽബിനെ നീ വെളിയേറ്റ് വൃത്തിയാക്കി തരണേ റബ്ബേ. ഇഖ്ലാസിനെ തരണേ റഹ്മാനെ. തഖ്വനെ തരണേ തമ്പുരാനെ. സാലിഹീങ്ങളുടെ ചിന്ത ഞങ്ങളെ കൽബിൻ്റെ അകത്ത് എന്നും നീ നിലനിർത്തി തരണേ തമ്പുരാനെ. നിന്നെ ഓർക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ പേടിക്കുന്ന, നിന്നോട് അടുക്കുന്ന, നിന്നെ കൊണ്ട് ശോകലാകുന്ന കൽബാക്കി തരണേ റഹ്മാനെ. ശരിയായ ഈമാൻ ഞങ്ങളെ കൽബിൽ നീ ഉറപ്പിക്കണേ റബ്ബേ. എല്ലാ സമയത്തും ഞങ്ങളെ ഈമാൻ ബലപ്പെടുത്തുകയും അതിന്റെ കമാലിയത്തിലും മൈരിഫത്തിലും ഞങ്ങളെ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന നിയമത്തുകൾ എത്രയോ എത്രയോ വലിയതാണ്. ആ നിയമത്തുകളൊക്കെയും പടച്ചവനെ ഞങ്ങൾക്ക് നീ ദായിമയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ വന്ന ദോഷം കാരണമായിട്ട് തന്ന നിയമത്തിനെ നീ എടുത്തു കളയരുതേ റബ്ബേ. നീ തന്ന നിയമത്തുകളെ കൊണ്ട് നീ പൊരുത്തപ്പെടുന്ന എമ്പാടും ഖൈറുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങൾ ദോഷികളാണ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവും മുന്തിയതും പിന്തിയതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും നിന്നോട് നേർക്ക് നേരെ ചെയ്തതും ജനങ്ങളെ ഹക്കിൽ കൂടെ വന്നതുമായ നിരവധി ദോഷത്തിന് ഞങ്ങൾ ഉടമകളായിപ്പോയി. നീ എല്ലാം അറിയുന്നവനാണ്. നിന്നോടല്ലാതെ സങ്കടം പറയാനില്ല, നീ അല്ലാതെ പുറത്തു തരാനില്ല, നീ അല്ലാതെ ഒരു ശക്തിയുടെ മുമ്പിലേക്കും ഈ കൈകൾ ഞങ്ങൾ ഇതുപോലെ ഉയർത്തുകയില്ല. നിന്റെ മൗഫിറത്തിനെ തേടിക്കൊണ്ട് ഉയർന്ന ഈ കൈകൾ നീ കബൂൽ ചെയ്യണം തമ്പുരാനെ. അതിനെ ഹായിബാക്കി മടക്കരുതേ റബ്ബേ. മൗഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. നിന്റെ അഫ്വ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഉസ്താദന്മാര്, മശായിഖന്മാര്, ഈ ഖൈറായ വിഷയം സംഘടിപ്പിച്ചവര്, അതിന് സ്ഥലം തന്നവര്, അതിന് നേതൃത്വം വഹിക്കുന്നവര്, അത് സംഭാവനയും സഹായവും നൽകിയവര്, അതിന് സാന്നിധ്യം നൽകിയവര്, അതിന് ഖിദ്മത്ത് ചെയ്ത് ഓടി നടക്കുന്ന ചെറുപ്പക്കാര്, പ്രവർത്തകന്മാര്, എല്ലാ വിധേനയും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവര് എല്ലാവർക്കും അവരുടെ മാതാപിതാക്കൾക്കും നീ പുറത്തു മാഫാക്കണേ തമ്പുരാനെ. ദോഷം കാരണമായിട്ട് രണ്ട് ലോകത്തും നീ അവരെയും ഞങ്ങളെയും നീ ശിക്ഷിക്കരുതേ റബ്ബേ. ഐബാക്കരുതേ തമ്പുരാനെ. പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുതേ റഹ്മാനെ. സാലിഹായ അമലുകൾ അധികം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അതിനു പറ്റിയ ജീവിതം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തിനോ മഈശത്തിനോ തടസ്സം വരുന്ന രോഗങ്ങളോ തിടുക്കങ്ങളോ ഹമ്മുകളോ ബേജാറുകളോ ഞങ്ങൾക്ക് തരരുതേ റഹ്മാനെ. ഞങ്ങളെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ചപ്പാടോടുകൂടെ പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ നീ താത്തരുതേ റബ്ബേ. സാഹിറിന്റെ സിഹിറിൽ നിന്നും സിഹിറിനെയും ആയിനിന്റെ ആയിനെ തൊട്ടും ലാലിമിന്റെ ലുൽമിനെ തൊട്ടും എല്ലാ ഷർറിന്റെ അഹിരുകാരുടെ ഷർറിനെ തൊട്ടും ഞങ്ങളെ നീ കാവലിലാക്കണേ തമ്പുരാനെ. അതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ തട്ടി നീക്കി ബാത്തിലാക്കണേ തമ്പുരാനെ. തിരിച്ചു വരാത്തതായ കാവല്ലെന്നും ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഭക്ഷണത്തിൽ വർക്ക് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ വസ്ത്രത്തിൽ വർക്ക് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ബർക്കത്താക്കണേ റഹ്മാനെ. പഠിച്ച തമ്പുരാനെ, ഞങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്തിനെ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദോടുകൂടെ നിന്റെ ലിഖാ മോഹിച്ചുകൊണ്ട് ലദ്ദത്തിൽ മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ആക്കി തരണേ റഹ്മാനെ. മരണം ഞങ്ങൾക്കൊരു വിജയമാക്കി തരണം റബ്ബേ. മരണത്തിന്റെ സക്കറാത്ത് എളുപ്പമാക്കണേ റഹ്മാനെ. എല്ലാ റഹ്മത്തുകളാലും നിറക്കപ്പെട്ടവരെ ഹദറത്താക്കി തരണേ റബ്ബേ. ദോഷം ചെയ്തുകൊണ്ട് മരിച്ചു പോകുന്നതിന് നീ കാക്കണേ തമ്പുരാനെ. നിന്റെ ദാക്കിറായിട്ടും ആരിഫായിട്ടും തൗബയിലും
ഈമാനിലും ലദ്ദത്തിലും മരിപ്പിച്ചു തരണേ റഹ്മാനെ. ഇബ്ലീസിന്റെ ചതി ഹയാത്തിലും മൗത്തിലും ഞങ്ങളെ തൊട്ട് നീക്കി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബേ, മരിച്ചു കഴിഞ്ഞാൽ സാലിഹ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥിതി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ഖൈറ് കൊണ്ട് ദുആ ചെയ്യുന്ന ധാരാളം മുഅ്മിനീങ്ങളെ ഞങ്ങൾക്ക് സഹായമായി തരണേ റഹ്മാനെ. എല്ലാവരും ഞങ്ങളെ കൈവിട്ട് ഒഴിയുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. ആരും ഞങ്ങളെ സ്വീകരിക്കാതെ ഞങ്ങളെ മക്കളും ഞങ്ങളെ കുടുംബവും ശവകർവവും തന്നെ ഞങ്ങളെ ഖബറിലേക്ക് മാറ്റി തിരിഞ്ഞു പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. നീയല്ലാതെ സഹായികളില്ല, നീയല്ലാതെ രക്ഷിക്കാൻ ആരുമില്ല. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നീ തണിയാകണേ റഹ്മാനെ, നീ സഹായമാകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബർ ഞങ്ങളുടെ ഞങ്ങളുടെ ഖബർ നീ സ്വർഗീയമായ നേമത്തിലാക്കണേ റഹ്മാനെ. അത് വിശാലമുള്ളതും പ്രകാശമുള്ളതും സ്വർഗീയമായ നേമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടതുമായ ഒരു വീടാക്കണേ തമ്പുരാനെ. വിനാസുള്ള കൂട്ടുകാരോടുകൂടാ സന്തോഷത്തിൽ ജീവിക്കുന്ന റഹ്മത്തിന്റെ വീടാക്കണേ തമ്പുരാനെ. അതിന്റെ ഇടുക്കത്തിൽ നിന്നോ അദാബിൽ നിന്നോ ഇസാബിൽ നിന്നോ ഒന്നുകൊണ്ടും തന്നെ ഞങ്ങൾക്ക് നീ ഞെരുക്കമാക്കാതെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അശ്ശറയിൽ വിജയികളോടുകൂടാ ആർസിന്റെ തണലിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവർക്ക് കൊടുക്കുന്ന സന്തോഷങ്ങളും ബഹുമാനങ്ങളും ഞങ്ങൾക്കും നീ തരണേ റബ്ബേ. വീടുകൾ വലത് കയ്യിൽ തരണേ റഹ്മാനെ. നന്മന മുൻതൂക്കമാക്കണേ തമ്പുരാനെ. ഇസാബിന്റെ നീളം കൊണ്ടോ അഹ്വാലിന്റെ സിദ്ധത്തുകളെ കൊണ്ടോ പ്രയാസമാവാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതിർവാന പിന്നെ സാന്നിധ്യവും അവിടുത്തെ ശഫാഅത്തും ഹൗദുൽ കൗസറും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഒരു ഫർദ് നിസ്കാരത്തിന് സമയം കൊണ്ട് ഞങ്ങളെ മശ്ശറ കഴിച്ചു തരണം റബ്ബേ. സിറാത്തുൽ മുസ്തഖീം വലിയ പ്രശ്നമാണല്ലോ. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സലാമത്താക്കണേ തമ്പുരാനെ. പേടി കൂടാതെ കടത്തി തരണേ റബ്ബേ. നരകത്തിനെ തൊട്ട് ധാരാളം ആളുകളെ ഇത്തുക ചെല്ലുന്ന സന്ദർഭമാണല്ലോ. ദോഷികളെയും ഇത്തുക്കാക്കുന്ന സമയമാണല്ലോ. ഞങ്ങൾ ദോഷികളായതുകൊണ്ട് ഞങ്ങൾ വീഴ്ചയുള്ളവരായതുകൊണ്ട് ആ ഇത്തുക്കൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി കളയരുതേ തമ്പുരാന്. നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ മാഫി നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ചെയ്യുന്ന ആ ഇത്തുക്കൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. ഇത്തുക്കാക്കണേ റഹ്മാനെ, ഇത്തുക്കാക്കണേ റഹ്മാനെ. നരകം അനുഭവിക്കാനും അത് കാണാനുമുള്ള കഴിവ് ഞങ്ങൾക്കില്ലേ. ഞങ്ങൾ ദൈഫായ അടിമകളാണ്. ഞങ്ങളെ ഇത്തുക്കാക്കണം റബ്ബേ. സ്വർഗം തരണേ റഹ്മാനെ. ഇത് ചോദിക്കാൻ ഞങ്ങൾ മതിയായവരല്ല, നീ തരാൻ മതിയായ റബ്ബാണ്. നിന്റെ റഹ്മത്ത് വിശാലമാണ്. അതുകൊണ്ട് റബ്ബേ നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം തരണേ റബ്ബേ. സ്വർഗം തരണേ റഹ്മാനെ. സ്വർഗം തരണേ റഹ്മാനെ. സാവില്ലാതെ തരണം റബ്ബേ. ആദരവായ നബിന്റെ കൂടെ തരണേ റഹ്മാനെ. അമ്പിയാക്കൾ ഔലിയാക്കൾ സുഹബത്തിലും കൂട്ടുകുടുംബാദികളോടൊപ്പവും ആക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമീൻ റബ്ബേ, സംരംഭം എന്നും നിലനിന്ന് ബർക്കത്തോടുകൂടെ നിലനിന്ന് പോകാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അതിനുവേണ്ടി സ്ഥലം തന്ന മാന്യവ്യക്തികൾക്ക് എല്ലാ റഹ്മത്തുകളും ബർക്കത്തുകളും ഐശ്വര്യങ്ങളും ഇസ്സത്തുകളും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. അവരെ ബാക്കിയുള്ളതിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ റബ്ബേ. ഇതിനുവേണ്ടി അതിനെ സഹായിച്ച കൈനീട്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന വരപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് സുഖമായി സലാമത്തായി ഈ മുഅ്മിനീങ്ങളുടെ ഒരുമയും സഹായത്തോടും കൂടെ നിന്റെ കൃപയിൽ എത്തിച്ചേരാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അതിലുള്ള കുട്ടികളൊക്കെ നല്ല ഇൽമുള്ള അദബുള്ള സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരത്തിൽ നേതൃത്വത്തിൽ വരാൻ പറ്റിയ കുട്ടികളെ ആരിമാക്കണേ തമ്പുരാനെ. അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നന്മ കൊടുക്കണേ തമ്പുരാനെ. ആ സ്ഥാപനത്തെയും ഇതിനെയും ഇതുപോലത്തെ കാര്യങ്ങളെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമ്പന്നന്മാര്, മുഅ്മിനീങ്ങൾ, സഹൃദയന്മാര്, അവർക്ക് നീ ഈമാൻ നന്നാക്കി കൊടുക്കണേ റബ്ബേ. അവരെ ആഫത്തുകളൊന്നും വരാതെ എല്ലാ നന്മയോടും ഐശ്വര്യത്തോടും കൂടെ നീ കാക്കണേ തമ്പുരാനെ. ഹലാലിൽ നിന്ന് അവർക്ക് നീ ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാനവറുകൾക്ക് നീ എല്ലാവിധ ഫത്തഹുകളും ഇൽമിന്റെ അമ്പാടും വാതിലുകൾ അവരിലേക്ക് നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അത് ജനങ്ങളിൽ എത്തിക്കുവാനും അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം അനുഭവിക്കാനും ദീനിനെ നന്മ വരുത്താനും നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. റഹ്മാനെ, അവരെ പോക്കും വരവും കാവലിലാക്കണേ തമ്പുരാനെ. അവരെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരെ ഭാര്യ, കുട്ടികൾ, കുടുംബത്തിലെല്ലാം ദീനും ദുനിയാവ് കൊണ്ടും ആഫിയത്ത് കൊണ്ടും ബർക്കത്ത് നൽകണേ തമ്പുരാനെ.
മൂസ മുസ്ലിയാർ എന്ന സഹോദരൻ പറയുന്നു, ഞാൻ വളരെയധികം ആസ്പത്രിയിലും വിഷമത്തിലാണ്, എനിക്ക് സുഖം കിട്ടാൻ മജ്‌ലിസിനോട് പറയണം, അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ ആഖിറം നന്നാക്കണേ തമ്പുരാനെ. അവരെ കുടുംബത്തിന് സമാധാനവും അവരുടെ അഭാവത്തിൽ നിന്റെ സഹായവും ജീവിതത്തിലുള്ള ബർക്കത്തും അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. രോഗികൾ ആസ്പത്രിയിലും അല്ലാതെയും വീട്ടിലും രോഗത്തിൽ കിടക്കുന്നവരുണ്ട്. കഴുത്തിന് മഴയുള്ള ഒരു കുട്ടിയുണ്ട്, അവരുടെ ജുവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അത് നീ ശിഫയാക്കണേ തമ്പുരാനെ. അവർക്കെല്ലാം ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്താക്കണേ റബ്ബേ. ഞങ്ങളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ദുആ കൊണ്ടേലും ഒരു ഹിന്ദു സഹോദരൻ ദുആക്ക് വേണ്ടി ഏൽപ്പിക്കുന്നു. അതിൽ ഞങ്ങൾ അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ നന്മയായ ഉദ്ദേശങ്ങളാ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നവരും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും പ്രിയപ്പെട്ടവരിലും നടക്കുന്നവരും കിടക്കുന്നവരുമായ രോഗികളുണ്ട്. എല്ലാ രോഗങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ ശിവയാക്കണേ തമ്പുരാനെ. ബുദ്ധിമുട്ടായ രോഗം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. വേദന സഹിക്കാൻ കഴിയാത്ത രോഗം തരല്ലേ റബ്ബേ. ആളുകൾ വെറുക്കുന്ന അയ്ബുള്ള വെള്ളപ്പാണ്ട്, കുഷ്ഠവ്യാധി, മാനസിക രോഗം, അപസ്മാരം പോലത്തെ രോഗത്തിനെ തൊട്ടും ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. പ്രഷർ, പ്രമേയം, ശ്വാസം മുട്ട്, ഹാർട്ടിന്റെ രോഗങ്ങൾ, അപകട മരണങ്ങൾ, ഇതിനെ തൊട്ടൊക്കെയും ഞങ്ങൾ നീ കാക്കണം റബ്ബേ. ഉള്ളവർക്ക് ശിഫയും സലാമത്തും നൽകണേ തമ്പുരാനെ. കടത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും സലാമത്താക്കണേ റബ്ബേ. കടം വന്നു ചേരാതെ, കടം കൊണ്ട് ബുദ്ധിമുട്ടാവാതെ ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരണേ റഹ്മാനെ. കടം ഭംഗിയായി വീട്ടുന്നവരിലും ഞങ്ങൾ നീ ആക്കണേ തമ്പുരാനെ. കടം തന്നും വെറുതെ തന്നും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളെ സഹായിച്ച പലരുമുണ്ട്. ഈ സ്ഥാപനത്തിനെ സഹായിച്ചവരുണ്ട്, ഈ സംരംഭത്തെ സഹായിച്ചവരുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നല്ല വിശ്വാസം, നല്ല നടപടി, ദീനിൽ ഉറച്ച ജീവിതം, അത് അവർക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വഴിതെറ്റിപ്പോകുന്ന ചിന്തകളിലേക്ക് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കടന്നു പോകുന്ന കാക്കണേ റബ്ബേ. അവർക്ക് ആവശ്യമായവർക്കെല്ലാം ഖൈറായ ഇണകളെ നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കുന്ന, സങ്കടപ്പെടുന്ന എമ്പാടും മാതാപിതാക്കളുണ്ട്. അവർക്ക് സന്തോഷമാകുന്ന വിധത്തിൽ ആ കുട്ടികളുടെ നിക്കാഹ് നീ എളുപ്പമാക്കണേ തമ്പുരാനെ. വീട് വേണ്ടവർ ഞങ്ങളിലുണ്ട്, വീട് വേണ്ടവർക്ക് വീട് തരണേ റബ്ബേ. ഉള്ള വീടുകളൊക്കെയും നീ കാവലിലും ബർക്കത്തിലുമാക്കണേ തമ്പുരാനെ. ജോലി വേണ്ടവരുണ്ട്, അവർക്ക് നാട്ടിലും പുറത്തും അവർക്കെല്ലാവർക്കും ജോലി നൽകണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ കാവലും ബർക്കത്തും റഹ്മത്ത് നൽകണേ റബ്ബേ. കൃഷിക്കാരുടെ കൃഷിയിലും കച്ചവടക്കാരുടെ കച്ചവടത്തിലും തൊഴിലാളികളുടെ തൊഴിലിലും വെള്ളത്തിലും കാലാവസ്ഥയിലും ഉൽപ്പന്നങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഹലാലായ സഫർ പോകുന്ന മുസാഫിരീങ്ങൾ ഞങ്ങളിലുണ്ട്. അവരെ കൊണ്ട് എമ്പാടും സ്ഥാപനങ്ങൾ നടന്നു പോകുന്നു, എമ്പാടും കുടുംബങ്ങൾ അവരെ ആശ്രയിച്ചു കഴിയുന്നു. അവരെ ജോലിയിലും അവരെ ദീനിലും ആഫിയത്തിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവരെ പോക്കും വരവും രക്ഷയിലാക്കണേ റഹ്മാനെ. അവരെ കാത്തു കഴിയുന്ന ദീനെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണേ റബ്ബേ. മോമിനീങ്ങളെ യാത്രയെല്ലാം സലാമത്തിലാക്കണേ റഹ്മാനെ. അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ആഫത്തിനും തൊട്ട് കാക്കണം റബ്ബേ. ഹജ്ജും ഉംറയും സിയാറത്തും തേടുന്നവർ ഞങ്ങളിലുണ്ട്. അനുവാദം കിട്ടിയവരുണ്ട്, അനുവാദം കാത്തിരിക്കുന്നവരുണ്ട്, ആഗ്രഹിച്ച് തേടിക്കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും ആ മാർലമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അത് എളുപ്പമാക്കണേ റഹ്മാനെ. അതിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കണേ റബ്ബേ. വഴികൾ അനുകൂലമാക്കണേ തമ്പുരാനെ. ഹാജിമാർക്കെല്ലാം ആഫിയത്തോടുകൂടാ, തഖ്വയോടുകൂടാ, സന്തോഷമുള്ള കുടുംബത്തിൽ നിന്ന് സലാമത്തോടുകൂടെ ഇറങ്ങിപ്പോകാനും നിന്റെ സഹായകങ്ങളെയും സഹായികളെയും അവരിലേക്ക് നീ അടുപ്പിച്ചു കൊടുക്കുകയും അവരെ പോക്കും വരവും രക്ഷയിലായിക്കൊണ്ട് മുഅല്ലമായ സ്ഥലങ്ങളിൽ വെച്ച് മബ്റൂറായിരിക്കുന്ന അമാലുകൾ ചെയ്യാൻ ഹാജിമാർക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. കൂട്ടം വിട്ടു പോവുകയോ ബുദ്ധിമുട്ടുകൾ വരികയോ രോഗത്തിലകപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഹാജിമാരെ എല്ലാ നിരക്കും വളരെയധികം സഹായത്തിൽ അവരെ അമലുകൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഹാജിമാരുടെ ദുആകളിൽ ഞങ്ങളെയും നീ ചേർക്കണേ തമ്പുരാനെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ.
എല്ലാ അമലുകളും കഴിഞ്ഞ് ആഫിയത്തോടുകൂടെ സംതൃപ്തിയുള്ള കുടുംബത്തിലേക്ക് വന്നു ചേരാനും ദീനിന്റെ ഖിദ്മത്തിലായിക്കൊണ്ട് ആഫിയത്തോടുകൂടെ ജീവിക്കാനും ഹാജിമാർക്ക് തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. പഠിച്ചവനെ, ഞങ്ങളെ ചെറുപ്പക്കാർ ഞങ്ങളെ ദീനിന്റെ സമ്പത്താണ്, ദീനിന്റെ ഹാദിമീങ്ങളാണ്. എവിടെയും അവരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യവും സന്തോഷവുമാണ്. പഠിച്ചവനെ, അതിൽ കൂടെ കാര്യങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ചെറുപ്പക്കാർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ നടപടി നന്നാക്കണേ തമ്പുരാനെ. അവർക്ക് ഹലാലായ ഐശ്വര്യം കൊടുക്കണേ തമ്പുരാനെ. ദീനിനോടും ദീനിന് ഖിദ്മ ചെയ്യാനുമുള്ള അടുപ്പവും ആദരവും അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. മഹത്തായ പരിപാടികളിൽ എല്ലാം മറന്നുകൊണ്ട് ഓടി നടന്ന് അധ്വാനിക്കുന്ന മുതിർന്നവരും താഴെക്കടയിലുമുള്ള പ്രവർത്തകന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും അവർ കുട്ടികളിലും കുടുംബത്തിലും ബർക്കത്തും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. ഒരാഫത്തിലും അപകടത്തിലും നീ പെടുത്താതെ എന്നും കാക്കണേ റഹ്മാനേ. അർഹമുർ-റഹീമീന റബ്ബേ, ഞങ്ങളെ പെണ്ണുങ്ങളാ അവരെ നീ സാലിഹാത്തുകളിലാക്കണേ തമ്പുരാനെ. വേണ്ടാത്ത രംഗങ്ങളിലൊക്കെ കടന്നു വരാനും സ്റ്റേജുകളിൽ കടന്നു വരാനുമുള്ള ആ ദുഷിച്ച മോഹത്തിൽ നിന്ന് അവരെ കൽബിനെ നീ മാറ്റണേ തമ്പുരാനെ. അവരൊക്കെ നീ സാലിഹാത്തുകളിലാക്കണേ റബ്ബേ. പഠിച്ചവനെ, അവരിൽ വിഷമിക്കുന്നവരുടെ വിഷമം തീർക്കണേ തമ്പുരാനെ. അവരെ ഹലാലായ മുറാദുകൾ തേട്ടങ്ങളാ അവർക്ക് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. യതീമുകളെ പോറ്റുന്ന ഉമ്മമാരുണ്ട്. ആ ഉമ്മമാർക്ക് നീ പ്രത്യേകം റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. പഠിച്ചവനെ, ഗർഭിണികളായ കുട്ടികളുണ്ട് ആസ്പത്രിയിലും വീട്ടുകളിലുമുള്ള ആ കുട്ടികൾക്കെല്ലാം ഞങ്ങളെ സ്വന്തം മക്കളായിട്ടും ഞങ്ങളെ മനസ്സിൽ കരുതിയവരായിട്ടും ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാ കുട്ടികളുടെയും പ്രസവം നീ എളുപ്പമാക്കണേ റഹ്മാനെ. സലാമത്തിലാക്കണേ റബ്ബേ. റാഹത്തിലാക്കി തരണേ തമ്പുരാനെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. സങ്കടത്തോടുകൂടെ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്. ആ കുട്ടികൾ അവരുടെ ശരീരങ്ങളിൽ എന്ത് തടസ്സമാണോ ഉള്ളത് ആ തടസ്സങ്ങളൊക്കെ നീക്കി അനുകൂലമായ സ്ഥിതിയിൽ ഗുണമായ മാർഗത്തിൽ ഗുണമായ കുട്ടികളെ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ ഹക്ക് കൊണ്ട് അമ്പിയാക്കളെ ഔലിയാക്കളെ ഹക്ക് കൊണ്ട് അവർക്കെല്ലാം വളരെ വളരെ വേഗത്തിൽ പഠിച്ചവനെ കുട്ടിയെ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ-റഹീമീന റബ്ബേ, ഞങ്ങളെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ ഈമാൻ നന്നാക്കണേ റഹ്മാനെ. അവരെ രോഗം മാറ്റണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും തൃപ്തിയായ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ റബ്ബേ. അവരെ ബുദ്ധി നന്നാക്കണേ തമ്പുരാനെ. സ്വഭാവം നന്നാക്കണേ തമ്പുരാനെ. പഠിപ്പിലും പരീക്ഷയിലും അവർക്ക് വിജയം കൊടുക്കണേ റബ്ബേ. നിന്നോടും നിന്റെ ഹബീബായ നബി തങ്ങളോടും നിന്റെ ദീനിനോടും അടുപ്പവും ആദരവും ഉള്ളോലിൽ ഞങ്ങളെ മക്കളെ നീ ആക്കണം റബ്ബേ. മുതഅല്ലിമീങ്ങളെ ഇൽമിൽ നഫ്ഉം സിയാദത്തും കൊടുത്ത് ആഖിറത്തിന്റെ താലിബീങ്ങളായി അവരെ നീ ഉയർത്തണേ തമ്പുരാനെ. അവരെ നീ അധികരിപ്പിക്കണേ തമ്പുരാനെ. അതിലേക്ക് കൽബുകളെമ്പാടും അടുപ്പിക്കണേ റഹ്മാനെ. ആലിമീങ്ങളൊക്കെ ഉഹ്റവിയാകുലമായിലാക്കണം തമ്പുരാനെ. ദീനിന്റെ നേതൃത്വം അവരെ കൈകളിൽ നീ നിലനിർത്തണേ റബ്ബേ. അത് നിർവഹിക്കാനുള്ള കരുത്തുകളും കഴിവുകളും അനുകൂല സ്ഥിതികളും മാഫിയത്തും അവർക്ക് എന്നും നീ കൊടുക്കണേ റബ്ബേ. അവരിൽ ക്ഷീണമുള്ളവരുണ്ട്, അവർക്ക് ശിഫ നൽകണേ തമ്പുരാനെ. രോഗമുള്ളവർക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അർഹമുർ-റഹീമീന റബ്ബേ, ഞങ്ങൾ ദീനെ സഹായിക്കുന്ന ഉലമാക്കളും ഉമറാക്കളും ഞങ്ങളിലുണ്ട്. അവരുടെ സേവനങ്ങളൊക്കെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ദീനിന് ശക്തി നൽകാൻ അവർക്ക് കൈവ് കൊടുക്കണേ തമ്പുരാനെ. അവരെയും അവരെ കുടുംബത്തിനെയും രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട വഫാത്തായ സയ്യിദ് അവറുകൾ മഹാനവറുകളുടെ ഉഹ്റബിയായത് നീ തടുക്കണേ റബ്ബേ. അവരെ എന്നും മഹലൂബാക്കണേ തമ്പുരാനെ. സമുദായങ്ങൾ തമ്മിലും നിലനിന്ന് പോരുന്ന ഐക്യത്തിനെയും സ്നേഹത്തിനെയും ഞങ്ങളുടെ നാടുകളിൽ എന്നും നീ നിലനിർത്തണേ തമ്പുരാനെ. അത് നഷ്ടപ്പെട്ടു പോകുന്ന വിരോധങ്ങളോ അക്രമങ്ങളോ ആഫത്തുകളോ വന്നു ചേരാത്ത കാവലെന്നും നീ നിലനിർത്തണേ തമ്പുരാനെ. അവരിൽ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് അവരുടെ ഉദ്ദേശിച്ച നന്മകളിലേക്ക് അവരെ നീ ചേർത്തി കൊടുക്കണേ തമ്പുരാനെ. ഈ റമദാൻ പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും ആക്കണേ തമ്പുരാനെ. ഇത്തക്കിന്റെ അഹിലുകാരിലാക്കണേ റബ്ബേ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിലാക്കണേ തമ്പുരാനെ. ഈ റമദാൻ അടുത്ത റമദാനിൽ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ അതിന്റെ ബഹുമാനങ്ങളായിട്ട് കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഈ റമദാൻ അടുത്ത റമദാൻ വരെ എല്ലാ റഹ്മത്തിന്റെയും സബബാക്കി തരണേ തമ്പുരാനെ. എല്ലാ ആഫത്തുകൾക്കും കാവലാക്കണേ റഹ്മാനെ.
പഠിച്ചവനെ ഞങ്ങളുടെ നാടിൽ, ഈ പട്ടണത്തിൽ, ഞങ്ങളുടെ പ്രദേശത്തിൽ എല്ലാവിധ ബർക്കത്തും കാവലും ഒരുമയും സ്നേഹവും റഹ്മത്തും നിലനിർത്തി തരണേ തമ്പുരാനെ. പഠിച്ചവനെ ആദരവായ നിബിതങ്ങൾ എന്തെല്ലാം ഖൈർ ചോദിച്ചിട്ടുണ്ടോ ആ ഖൈറുകളൊക്കെ ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. മുസ്തഫായ നിബിതങ്ങൾ എന്തിനെ തൊട്ട് കാവല് തേടിയിട്ടുണ്ടോ അതിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين وإلى من تمد الأيادي وترجى من الهوائج إذا كان فضلك ممنوعا عن العاصين وقد أتينا إليك بعبادك المقربين وبأسمائك الحسنى وبالقرآن المعلم وبالصلوات المعلمة وبالأذكار المعلم ورحمتك وسعت كل شيء وأنت أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. استجب دعانا وتقبل أعمالنا ووفقنا برضاك يا كريم يا رحيم يا قريب يا مجيب يا سميع يا بصير يا الله يا الله يا الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم.